ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ വീട്ടിൽ സന്ദർശനം നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കന്യാസ്ത്രീകൾക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്ന് കുടുംബം സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടു. കോടതിയുടെ പരിഗണനയുള്ള വിഷയമായതിനാൽ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരൻ ബൈജുവിന്റെ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അദ്ദേഹം അവിടെ നടത്തിയ ഇടപെടലുകൾ, ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, അതൊക്കെ സംസാരിച്ചു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ കോടതിയിലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് തന്നിട്ടുണ്ട്. സിസ്റ്റർമാരുടെ പേരിൽ ഒരു തെറ്റും കുറ്റങ്ങളും ഇല്ല എന്നുള്ള അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് കോടതി കണ്ടെത്തും. തീർച്ചയായിട്ടും അതിനകത്ത് ആശങ്കപ്പെടേണ്ട എന്നാണ് അദ്ദേഹം നമ്മളെ അറിയിച്ചത്. ഇപ്പോൾ ഇത് കോടതിയിൽ ഇരിക്കുന്ന കേസായതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും പറയാൻ സാധിക്കില്ല. എന്നാലും നമ്മളോടൊരു അനുഭവപൂർവമായ എല്ലാ പ്രവർത്തനം പുള്ളിയാണ് നടത്തിക്കൊള്ളാം. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും അങ്കമാലിയിൽ നിന്ന്. വിഷ്ണു, സുരേഷ് ഗോപിയുടെ സന്ദർശനം, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇതിൽ സുരേഷ് ഗോപി പ്രതികരിക്കാത്തതെന്ന ചോദ്യം തുടർച്ചയായി ഇന്നും ഉയർന്നു വന്നു. തൃശ്ശൂർ എത്തിയപ്പോൾ അദ്ദേഹം അവിടെ കന്യാസ്ത്രീയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു. എന്താണ് പ്രതികരണം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിഷേധങ്ങളും അതോടൊപ്പം വിമർശനങ്ങളും സുരേഷ് ഗോപിക്കെതിരെ ക്രൈസ്തവ സഭകൾ ഒന്നാകെ ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിൽ എന്തുകൊണ്ടൊരു പരസ്യ പ്രതികരണം അദ്ദേഹം നടത്തുന്നില്ല എന്നാണ് ക്രൈസ്തവ സഭകൾ ചോദിച്ചത്. തൃശ്ശൂരിലെ ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള ഒരു വൈദികൻ ചോദിച്ചത്, ഞങ്ങൾ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട ഒരു നടനെ കാണാനില്ല, എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് തുടങ്ങിയ അതിരൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ജാമ്യം ലഭിച്ച് ഏകദേശം 2 ആഴ്ച പിന്നിടുന്ന ഘട്ടത്തിലാണ് സുരേഷ് ഗോപി അങ്കമാലിയിലുള്ള സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിൽ എത്തിയത്. 20 മിനിറ്റോളമാണ് കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. കുടുംബാംഗങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ എഫ്ഐആർ റദ്ദ് ചെയ്യണം, കേസ് ഡയറി റദ്ദ് ചെയ്യണം എന്നുള്ളതാണ്. ആ ആവശ്യം അവർ സുരേഷ് ഗോപിയെ അറിയിച്ചിരുന്നു. പക്ഷേ ഒരു അനുകൂലമായ നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. എല്ലാ നിയമസഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. പക്ഷേ എഫ്ഐആർ റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ താൻ ഇടപെടാനില്ല ഒരു മറുപടിയാണ് നിലവിൽ നൽകിയതെന്ന് കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഛത്തീസ്ഗഡ് സർക്കാരുമായി ഈ വിഷയത്തിൽ സംസാരിക്കാമെന്ന് ഉറപ്പ് നൽകിയെന്ന കുടുംബം നമ്മളോട് പ്രതികരിച്ചിരുന്നു. സുരേഷ് ഗോപി പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോഴും മൗനം തുടരുകയായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ നമ്മൾ പ്രതികരണം ആരാഞ്ഞെങ്കിലും അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. വിജയകുമാർ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.